ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ ഇദ്ദേഹത്തോടൊപ്പമുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹവും മാത്രം ഇരുന്ന് സംസാരിച്ച് ആ ധാരണ എന്താണ്? ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ട കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് ഉണ്ടാവില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. കേരളത്തിൽ ബിജെപിക്ക് ഞങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നവർക്കറിയാം. പക്ഷെ ഒന്നവർക്കറിയാം, ബിജെപിയുടെ വോട്ട് CPM കൊടുത്താൽ കോൺഗ്രസ് അധികാരത്തിൽ ഉണ്ടാവില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണയിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ പോവാണ് മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിൽ. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ED വന്നിട്ടില്ല, മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് വന്നിട്ടില്ല, മുഖ്യമന്ത്രിക്കെതിരെ CBI വന്നിട്ടില്ല. എടാ, എനിക്ക് ED കിട്ടു, കെ സുധാകരൻ MP കീടിയിട്ടു. എന്തിനാ? പണം ഉണ്ടാക്കി എന്നാണ് അന്വേഷിച്ചു. ഒരു 5 പൈസയുടെ ക്രമരഹിതമായ ഒരു അക്കൗണ്ട് കണ്ടെത്താൻ ഈ സമയം വരെ EDക്കും കഴിഞ്ഞില്ല, വിജിലൻസിനും കഴിഞ്ഞില്ല, CBIക്കും കഴിഞ്ഞില്ല. ഒരു കേസും ഇല്ല ഇപ്പൊ എന്റെ പേരിൽ. ഞാൻ ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോ പറഞ്ഞു, അതിലൊന്നുമില്ലപ്പാ എന്ന് പറഞ്ഞവർ ഒഴിവാകാൻ. ഞാൻ ചോദിക്കുന്നു, എനിക്ക് ED അന്വേഷണം ഇട്ട അല്ലെങ്കിൽ വിജിലൻസ് എൻക്വയറി ഇട്ട ഈ നാട്ടിൽ എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ ED ഇട്ടില്ല, വിജിലൻസ് ഇട്ടില്ല? സ്വപ്ന സുരേഷ് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആർക്ക് വേണ്ടിയാണിത് എന്നും, സ്വർണം എവിടെ കൊണ്ടുപോയി എന്നും, ഡോളർ എവിടെ കൊണ്ടുപോയി എന്നും ഒക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. CPM-ന്റെ ഒരു കാലത്തെ നേതാവ് ശക്തിധരൻ 2.5-3 കോടി രൂപ കൈതോല പായയിൽ പൊതിഞ്ഞ് CPM നേതാവ് പിണറായി വിജയനെ ഏൽപ്പിച്ചു എന്ന്, AKG ഓഫീസിൽ ഏൽപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ശക്തിധരൻ. ഒരു അന്വേഷണം വന്നു, ഒരു നടപടി വന്നു. ബിജെപിയുടെ തണലിൽ അവർ നിൽക്കുന്നു, ഇവരുടെ തണലിൽ BJP നിൽക്കുന്നു. കെ സുരേന്ദ്രൻ കള്ളപ്പണം കൊണ്ടുപോയി, പോലീസ് പിടിച്ചു, കേസാക്കി. പക്ഷേ ആ കേസ് ഒത്തുതീർന്നു. കേസ് ഉണ്ടായില്ല, കേസ് മുമ്പോട്ട് പോയില്ല. കേസ് എടുക്കാൻ പോലും പെർമിഷൻ കൊടുത്തില്ല പോലീസിന്. എടുത്തു എന്ന് വരുത്തി, പക്ഷേ എടുക്കാതെ അത് നിർത്തി, ഒഴിവാക്കി. സുരേന്ദ്രനെ സംരക്ഷിക്കാൻ BJP, CPM-നെ സംരക്ഷിക്കാൻ BJP. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുന്നത് കൊണ്ട് പിണറായി വിജയൻ തൽക്കാലം ജയിലിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു നാൾ പിണറായി വിജയൻ താങ്കളെ കേരളത്തിലെ കൽത്തുറുങ്ക് കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം.